ഞാൻ പറയുന്നത്. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് പ്രാപിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലനും പത്രോസും ഒക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഫാന്റ് സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങൾക്ക് പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് പാലാണ് തന്നത്, കട്ടിയായുള്ള ആഹാരം നിങ്ങൾക്ക് ദഹിപ്പാൻ കഴിവില്ലായിരുന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആഹാരം വളരെ പാലാ തന്നത്. എന്നാൽ പിന്നീട് ഈ കൊരിന്ത്യയിലെ വിശ്വാസികളും മറ്റും എന്നും ഇങ്ങനെ ഇൻഫാൻ്റായിട്ട് ഇരിക്കുവാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് എന്ത് പറ്റി? പൗലോസ് പിന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഡിവിഷനുണ്ട്, നിങ്ങളുടെ സഭകളിൽ ഐക്യതയില്ലായ്മയുണ്ട്. അപ്പം സഭകളിൽ ഐക്യതയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാണ്? രക്ഷിക്കപ്പെട്ട വിശ്വാസികളല്ല ഇന്നും ഇൻഫാന്റ് സ്റ്റേജിലാണെന്നാണല്ലേ അർത്ഥം. ജഡീകനാണെന്ന് പറയുന്നത് അവിടെ. അപ്പൊ ജഡീകൻ എന്ന് പറഞ്ഞാൽ ജഡത്തെ അനുസരിക്കുന്നവർ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ കഴിവില്ലാത്തവർ. നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ ഗൈഡ് ചെയ്ത് നടത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും ജഡീകരാണ്. അഥവാ നമ്മൾ ജഡത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ അവരെ പൗലോസ് വിളിക്കുന്നത് ഇന്നും ശിശുക്കളാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളൊക്കെ എത്രയോ വർഷങ്ങളായി കൊച്ചു കുഞ്ഞുങ്ങളോട് മാത്രമല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെയുള്ള സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമ്മുടെ സൺഡേ സ്കൂൾ പാഠാവലിയിലൊക്കെ എത്രയോ ഗഹനമായ ക്ലാസ്സുകളുണ്ട്. എങ്കിലും ഇന്നും നമ്മൾ പിന്നെയും ഈ ഇൻഫാന്റ് സ്റ്റേജിൽ ഇരുന്നാൽ മതിയോ? നമുക്കൊരു വളർച്ച ആവശ്യമില്ലേ? കൊരിന്ത്യയിലെ വിശ്വാസികളെ കുറിച്ച് പറയുന്നു, നിങ്ങൾ ഇന്നും ശിശുക്കളാണ്. അതുപോലെ തന്നെ എബ്രായ ലേഖനത്തിൽ 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ അവിടെയും പറയുന്നുണ്ട്, എബ്രായ വിശ്വാസികളും അവരും ഇപ്പോഴും ശിശുക്കളാണ്. അതിനെ കുറിച്ച് പറയുന്നുണ്ട്, അവർ നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവരാണ്. അവരിന്നും പാൽ കുടിച്ചുകൊണ്ടിരിക്കുക. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ പാലല്ല കുടിക്കേണ്ടത്, അത് കുറെ കൂടെ കട്ടിയായുള്ള ആഹാരം അത്യാവശ്യമാണ്. ആകയാൽ ഉപദേശത്തിൽ നിലനിൽക്കുക എന്ന് പറയുമ്പോൾ കട്ടിയായുള്ള ആഹാരം കൂടെ നമ്മൾ കഴിക്കുവാനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കണം. ക്രിസ്തീയ ജീവിതത്തിലെ ഇൻഫാന്റ് സ്റ്റേജിന്റെ ചില സ്വഭാവങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നാം വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾ കൃപയിലും യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരണം. ഒരു വളർച്ച നമുക്കില്ലെങ്കിൽ നമ്മൾ മുരടിച്ചതാണ്. വളർച്ച നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ വളർച്ചയില്ലെങ്കിൽ നമ്മൾക്ക് എന്തോ കുഴപ്പമുണ്ട്. നമ്മുടെ ഹെൽത്തിന് എന്തോ തകരാറാണ്. കുഞ്ഞുങ്ങൾ വളരാത്ത കുഞ്ഞുങ്ങളെ കണ്ട ഉടനെ നമ്മൾ പറയും, എന്തോ പറ്റി ഈ കുഞ്ഞിന്, അല്ലേ? എന്ത് പറ്റി? എന്തെങ്കിലും തകരാറുണ്ടെന്നുള്ള അർത്ഥമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ വളരുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് എന്തോ തകരാറാണ്. നമുക്ക് കിട്ടേണ്ട ആഹാരം വേണ്ടവണ്ണം കിട്ടുന്നില്ലെന്നാണ് അർത്ഥം. പലപ്പോഴും ഈ നാളുകളിൽ പല 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 ആരാധനകളിലും കൂട്ടായ്മകളിലും ഒക്കെ സംബന്ധിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, കട്ടിയായ ആഹാരം ഇന്ന് ആരും കൊടുക്കുന്നില്ലെന്ന് തീർത്ത് പറയാൻ പറ്റുകയല്ല, എന്നാലും കിട്ടുന്നില്ല. വേണ്ടവണ്ണം കിട്ടുന്നില്ല. വേണ്ടത് ഈ പാല് മാത്രമാ. ചെല്ലുന്നതിന് കർത്താവ് നമുക്ക് നല്ലവനാ വല്ലവനാ, നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം മതിയായവനാ എന്നുള്ള ചില കാര്യങ്ങൾ മാത്രം കേട്ട് നമ്മൾ പോയാൽ ഈ പാല് കുടിക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഏതോ കാര്യം ഞാനിങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ഒരാഴ്ചത്തേക്കുള്ള ആശ്വാസവചനം കൊണ്ട് നമ്മൾ പോവുക, പിറ്റേ ആഴ്ച വരുമ്പോൾ പിന്നെ വേണം നമുക്ക് ആശ്വാസവചനം. 2 ആഴ്ചത്തേക്കുള്ള നമുക്ക് ഒരുമിച്ച് കിട്ടുന്നില്ല. പോരാ, ക്രിസ്തീയ ജീവിതത്തിൽ വളരണമെങ്കിൽ കട്ടിയായുള്ള ആഹാരം അത്യാവശ്യമാണ്. ഇൻഫാന്റ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ടോഡ്ലർ സ്റ്റേജ് എന്ന് പറയും, പിച്ച വെച്ച് നടക്കുന്ന അവസ്ഥ. എനിക്കിത് വളരെ രസകരമായി തോന്നി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പമായിരുന്നപ്പോഴും വീട്ടിലെ ആഹാരമൊന്നും വേണ്ട, അടുത്ത വീട്ടിൽ പോയാൽ അവിടുത്തെ ആഹാരം ഇഷ്ടമാണ്. എല്ലാ പിള്ളേർക്കും ഉള്ള കാര്യമായത്. അവനവൻ്റെ വീട്ടിലെ ആഹാരം വേണ്ട, എന്ത് ചെയ്യും? അടുത്ത വീട്ടിലെ എന്തെങ്കിലുമൊക്കെ കിട്ടിയ നിലത്ത് കിടക്കുന്ന വരെ പെറുക്കി തിന്നും. വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടെങ്കിലും അതാ ടോട്ടലി സ്റ്റേജ്. വല്ലതൊക്കെ പെറുക്കി തിന്നാൻ തുടങ്ങും. പക്ഷേ എവിടെ കണ്ടാലും ഇവിടുന്ന് മണ്ണിൽ കിടക്കുന്നതാണെങ്കിലും എന്താണേലും പെറുക്കി തിന്നാനുള്ള ആശ. ഇത് വളർച്ചയുടെ ലക്ഷണമാണ്. പക്ഷേ അത് ആ ടോട്ടലി സ്റ്റേജാ, അല്ലെങ്കിൽ പിച്ച് വെച്ച് നടക്കുന്ന അനുപമയാണല്ലോ. സമയം കൂടുതലില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. പെറുക്കി കഴിക്കുക, വചനം പെറുക്കി കഴിക്കാൻ തുടങ്ങി. ഇവിടുന്ന് വല്ലയിടത്തൊന്നും കേട്ട CD കേട്ടതും അവിടെ പ്രസംഗം കേട്ടതും ഉപവാസപ്രാർത്ഥനയ്ക്ക് പോയതും ഇവിടുന്ന് നോക്കി അല്പം പെറുക്കാൻ തുടങ്ങി. ആ സ്റ്റേജാണ്. എന്നാൽ 3-ാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ പ്രിപ്പയർ
ചെയ്യും, പക്ഷെ തന്നെ കഴിക്കുകയുള്ളൂ. ഒരുമാതിരി ഒരു ചെറിയ, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെയാണ് ഒരു മുട്ട വറക്കാൻ അറിയാം, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവർ തന്നെ ഉണ്ടാക്കി കഴിക്കും. അങ്ങനെയുള്ള ഒരു സ്റ്റേജാണ്. ദൈവവചനത്തിൽ നിന്ന് ചിലതൊക്കെ പിറക്കി കഴിക്കും, തന്നെ ഒരു വളർച്ചയുടെ അവസ്ഥയിൽ അല്പാൽപ്പൊക്കെ നമ്മൾ കഴിക്കാൻ തുടങ്ങും. വായിക്കുമ്പോൾ ദൈവവചനം ഇടപെട്ടു, ദൈവാത്മാവിനോട് സംസാരിച്ചു എന്നൊക്കെ തോന്നും. അവനവനോട് തന്നെ ഇടപെടുന്ന അവസരം. എന്നാൽ ഒരു നാലാമത്തെ സ്റ്റേജ് ഉണ്ട്. നാലാമത്തെ സ്റ്റേജാണ് ഒരു നല്ല മച്ചുരിറ്റിയുടെ സ്റ്റേജ്, അല്ലെങ്കിൽ പക്വത പ്രാപിക്കുന്ന ഒരു വളർച്ചയുടെ പക്വതയിൽ എന്ത് ചെയ്യും? സാധാരണ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം വീടുകളിൽ താമസിക്കുന്നവരാണല്ലോ. നമ്മുടെ വീടുകളിൽ ഒരു അഡപ്റ്റ് ആയി കഴിഞ്ഞാൽ, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, സ്വന്തം ഭവനമായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആഹാരം ഉണ്ടാക്കുകയും ചെയ്യും, മറ്റുള്ളവർക്കത് കൊടുക്കുകയും ചെയ്യും. ഈ ഒരു സ്റ്റേജിലേക്ക് വളരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നിങ്ങനെ ആയി തീരുന്നത് പോലെ, പ്രായമായി കല്യാണം കഴിച്ചു വിട്ടിട്ടും പെൺകുട്ടികളിൽ പോയി മറ്റു വീടുകളിൽ, അല്ലെ ഭർത്താക്കന്മാരുടെ വീടുകളിൽ പോയി ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. അവിടെ ചെന്ന് ആഹാരം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യണം. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വളരണം. അതെങ്ങനെയാ വളരുന്നത്? നമ്മൾ സോളിഡ് ഫുഡ് കഴിച്ച് ദൈവവചനത്തിന്റെ കട്ടിയായ ആഹാരങ്ങൾ കഴിച്ച് മാത്രമേ ആ സ്റ്റേജിലേക്ക് വളരാനിടയാകുള്ളൂ. എല്ലാ ദൈവമക്കളും മറ്റുള്ളവരിൽ നിന്ന് പ്രാപിക്കുക മാത്രമല്ല, സ്വന്തമായി ദൈവവചനം വായിച്ച് ദൈവവചനത്തിന്റെ ആഴമായ സത്യങ്ങൾ നാം ഗ്രഹിക്കുക മാത്രമല്ല, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാനും ഉള്ള പ്രാപ്തിയിലേക്ക് നാം വളർന്നു വരണം എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതായത് ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളാകാതെ തലയാകുന്ന ക്രിസ്തുവോളം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്ന ക്രിസ്തുവിൽ, അല്ലെ തലയായിരിക്കുന്ന ക്രിസ്തുവിൽ നാം വളരണം. അങ്ങനെ വളർച്ച പ്രാപിക്കുന്ന ഒരു അനുഭവം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പൊ എലിമെന്ററി ടീച്ചിങ് ഒക്കെ വിട്ടിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് നമ്മൾ പറയുമ്പോൾ എന്തുവാ? കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. യേശുവിനെ അറിയും തോറും നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അറിയാവുന്ന നമ്മുടെ ഫ്രണ്ട്സിന് ഇടപാടുകൾ വളരെയുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങളുണ്ട്, വളരെ അകന്ന നമുക്ക് പരിചയമുള്ളവരുണ്ട്. എന്നാൽ ഏറ്റവും അടുത്ത് അറിയുന്നവർ തമ്മിൽ ഉള്ള ബന്ധമെന്ന് പറയുന്നത് അറിയും തോറും, മുമ്പ് രാവിലെ നാം കേട്ടതുപോലെ, അവരുടെ ഇഷ്ടങ്ങൾ നമുക്ക് തിരിച്ചറിയുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളർന്നാൽ യേശുവിന്റെ ഇഷ്ടം നമുക്ക് തിരിച്ചറിയുവാനിടയാകും. എല്ലാ വാക്യങ്ങളും ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എഫെസ്യ ലേഖനം, കൊലോസ്യ ലേഖനം എല്ലാം വായിച്ചാൽ പൗലോസ് പിന്നെയും സ്ട്രെസ് ചെയ്ത് പറയുന്നത് യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരണം. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-18 വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾ വളർന്നു വന്നാൽ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും. ഹൃദയദൃഷ്ടി പ്രകാശിച്ചു കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങളെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നമുക്ക് കിട്ടും. നമ്മിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്താണെന്നും, അവൻ ആരാണെന്നും, ആരാണ് എന്നെ നയിക്കുന്നതെന്നും, ആരുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നതും, ആരാണ് എൻ്റെ ഉള്ളിലുള്ളത്, ഞാൻ ആരിലാണെന്നുമുള്ള ആ വലിയ ആഴമായ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ പറയുന്നുണ്ടല്ലോ, താഴോട്ട് പറയുമ്പോൾ, യേശുവിനെ മരിച്ചവനിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. പരിശുദ്ധാത്മാവിനെയൊക്കെ പ്രാപിച്ചതാണ്. പക്ഷെ നമ്മൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് ആരാണെന്നോ, എന്ത് ശക്തിയാണെന്നോ, അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നോ ഒന്നും വേണ്ടവണ്ണമുള്ള അറിവ് ഈ നാളുകളിൽ അനേക ദൈവമക്കൾക്കും വേണ്ടവണ്ണമില്ല എന്ന് പറയുന്നത് ഒട്ടും അതിശോക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ യേശുവിനെ കുറിച്ചുള്ള ഇഷ്ടം അറിയുക. യേശു ക്രിസ്തു തന്നെയല്ലേ നമ്മുടെ മോഡൽ. യേശു എന്താ പറഞ്ഞത്? എൻ്റെ പിതാവ് എന്നെ അയച്ചു, അവൻ്റെ ഇഷ്ടം ചെയ്യുന്നത് അത്രേ ഇവൻ എൻ്റെ ആഹാരം പോലും എന്നാ പറയുന്നത്. അവൻ്റെ ഇഷ്ടം തികയ്ക്കുവാനായിട്ട് യേശു നമുക്കൊരു മോഡൽ കാണിച്ചു തന്നതിൽ യേശുവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നാം എല്ലാവരും കടപ്പെട്ടവരാണ്. യേശുവിൻ്റെ ഇഷ്ടം തിരിച്ചറിയണമെങ്കിൽ കട്ടിയായുള്ള ആഹാരം കഴിച്ച് ദൈവവചനത്തിൻ്റെ ആഴമായ സത്യങ്ങൾ ദിനംതോറും ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ, ദൈവവചനത്തിൽ കൂടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നാം
ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ കർത്താവിനെ കുറിച്ചുള്ള ഇഷ്ടം നമുക്കറിയാൻ പറ്റുക. യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലന് മറ്റ് ശിഷ്യന്മാരിൽ നിന്ന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവൻ്റെ ഏറ്റവും